ഹലോ, ആദീസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു കുഞ്ഞു വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളിവിടെ കുറേ പയർ നട്ടിട്ടുണ്ട്. ഇന്ന് കാണിച്ചു കൊടുത്തന്നെ കുറേ പയർ നട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ മുളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് കുറച്ച് വളം ഇട്ട് കൊടുക്കുകയാണ്. അതായത് ചാണകം കലക്കി ഒഴിക്കാൻ വേണം. നമ്മൾ ചാണകമൊക്കെ എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്നത്തെ ഈ ചാണകം കലക്കുന്ന വീഡിയോ ആണ്. അതായത് ചാണകം കലക്കുന്നതിന് മുമ്പ് ഇപ്പോൾ ഇതിനകത്ത് ഉണ്ട്, അതായത് മണ്ണ് കുറച്ച് ഉറച്ച് കിടക്കുകയാണ്. കുറച്ച് ദിവസമായി നമ്മൾ വെച്ചിട്ട് വന്ന് ഇളക്കിയിടുന്ന വീഡിയോ ആണ് നമ്മളിന്ന്. ഇളക്കിയിടുകയാണ് ആദ്യം. എങ്കിൽ മാത്രമേ നല്ല വായുസഞ്ചാരം കിട്ടുകയുള്ളൂ. ചാണകത്തിൻ്റെ ആ ഒരു എസൻസൊക്കെ അതിനകത്തോട്ട് ഇറങ്ങി നല്ല വേദനയൊക്കെ നല്ല ഇത് കിട്ടുകയുള്ളൂ. എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പം നമ്മൾ ഈ മേശിരിയാൻ ഉപയോഗിക്കുന്ന ചെറിയ കറണ്ടിയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഇളക്കുകയാണ് മൊത്തം. നമ്മൾ മൊത്തം അതിൻ്റെ മൂടൊക്കെ ഇളക്കി നല്ല സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് മൂടൊക്കെ ഒന്ന് വൃത്തിയായിട്ടുണ്ട്. അപ്പോൾ അടുത്ത് നമ്മൾ പ്രധാനപ്പെട്ട പരിപാടിയിലേക്ക് പോവുകയാണ്. ചാണകം കലക്കൽ. ചാണകം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. 2 ദിവസമായി ചാണകം എടുത്തിട്ട് ചരുവൊക്കെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അത് കൂടെ തുടങ്ങാം. റെഡി? വാരിക്കോ, ചാണകം വാരിക്കോ. വേണ്ട, കുറച്ച് മതി, ഒരുപാട് ആവശ്യമില്ല നമുക്ക്. മതിയാവും. നമുക്ക് വെള്ളം ഒഴിക്കും. അതുകൂടെ കലയ്ക്കോ, കലയ്ക്കോ അല്ല, ഇരുന്ന് കലയ്ക്കോ. ചാണകം നമ്മൾ അടിപൊളിയായിട്ട് കലക്കൊണ്ടിരിക്കുകയാണ്. ചാണകം ഒരു അശുദ്ധിയില്ലാത്ത സാധനമാണിത്. സ്മെല്ലൊക്കെ ഉണ്ടെന്നാലും നമ്മൾ പശുവിൻ്റെ ചാണകമാണ്. അത് അശുദ്ധി എന്ന് പറഞ്ഞതില്ല അതിനകത്ത്. അപ്പോൾ അടിപൊളിയായിട്ട് നമ്മൾ നല്ല സൂപ്പറായിട്ട് കലക്കിയെടുക്കുകയാണ്. ചാണക കലക്കി നല്ല പരുവാക്കിയിട്ടുണ്ട്. വളരെ ലൈറ്റായിട്ടാണ്, കട്ടി കുറച്ചാണ് നമ്മൾ സെറ്റാക്കിയിരിക്കുന്നത്. ഒരുപാട് കട്ടി കഴിച്ചതെന്ന് കുഴപ്പമെന്ന് വെച്ചാൽ ഇത് ഒരുപാട് കട്ടി കൊടുക്കഴിഞ്ഞാൽ ഇതൊരു ലെയറായിട്ട് ഇതിൻ്റെ മേളിൽ വരും. അപ്പോൾ പിന്നെ നമുക്ക് വായുസഞ്ചാരം ഉണ്ടാവില്ല. വീണ്ടും നമ്മൾ എപ്പോഴും ഇളക്കി ഇട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ചാണകം റെഡിയായി കഴിഞ്ഞു. നമ്മൾ ഇതാ ഒഴിക്കാൻ പോവുകയാണ്. ഹലോ, നമ്മൾ ചാണകം കലക്കി സെറ്റാക്കിയിട്ടുണ്ട്. ഒഴിക്കാൻ തുടങ്ങുകയാണ്. ഒരു കലക്കി ഇളക്കിയിട്ട് അതിനകത്ത് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കണം. അപ്പം എല്ലാത്തിൻ്റെ മുട്ടിൽ നമ്മൾ ഒഴിക്കുകയാണ്. ഹലോ ഗായ്സ്, നമ്മൾ മൊത്തം ഒഴിച്ച് അത് കിട്ടാം കേട്ടോ. നമ്മൾ മൊത്തം ഒഴിച്ച് കഴിഞ്ഞ് ആദ്യ കൂട്ടം ചാണകം തൊട്ടില്ല, മൊത്തം ഞാനാണ് ചെയ്തത്. ഇത്ര ഒഴിച്ച് കഴിഞ്ഞ് പിന്നെ നമുക്ക് കുറച്ച് അത്യാവശ്യം ചെറിയൊരു തോട്ടങ്ങളൊക്കെ ഉണ്ട്. ഇത് പുതിയതാണ്, അതിനകത്തുണ്ട്, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ചീര, ഇത് പഴയതാണ്. പിന്നെ എന്തോ അഴുക്കുണ്ടെന്ന് തോന്നുന്നു അതിനകത്ത്, എന്തൊരു പുഴുവൊക്കെ തന്നെ. എന്നാലും നമ്മൾ ഒരുപാട് അടത്താണ് ഇതിനകത്തുനിന്ന് ഒരുപാട് കാ പറിച്ച്. ഇപ്പോൾ ഒരുപാട് കായുണ്ട്. പിന്നെ അങ്ങോട്ട് മുളകൊക്കെ ഉണ്ട്. അപ്പോൾ അതിനും കൂടെ കുറച്ച് ഒഴിച്ച് കൊടുക്കും. എന്തായാലും അടുത്തില്ല, കുറച്ച് ഇതിനൊക്കെ കുറച്ച് ഒഴിച്ച് കൊടുക്കാം. അപ്പം എല്ലാം സെറ്റായിട്ട് കയറി വരും. അതിനകത്ത് കുറച്ച് തൈയുണ്ട് കീരയുടെ. ആ തൈ നിങ്ങൾ കിട്ടുന്നത് കീര തൈയൊക്കെ ഉണ്ട്. ഓക്കെ, നമ്മൾ ചാണകം തീർന്നു. അഥവാ കുറച്ച് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഇത് എന്ത് ചെയ്യും, ഇവിടെ വറക്കി നിരത്തി വെച്ചിട്ട് നമ്മൾ ടയറൊക്കെ ഇട്ടിട്ടുണ്ട്. പടത്തി വിടാൻ വേണ്ടി നമുക്ക് വേറെ സൗകര്യമൊന്നുമില്ല. അത്യാവശ്യം നല്ല വെയിലൊക്കെ കിട്ടുന്ന ഇവിടെ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് പടത്തി വിട്ടിട്ട് അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പം പോന്നോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക.